ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ചിബിൻ്റെ ചാപ്റ്ററിലെ നെക്സ്റ്റ് പേജ് നോക്കാം. എവരിബഡീസ് മൈൻഡ് വാസ് ടേക്കൺ ടു ദ ഫാർ മൗണ്ടെയിൻ സൈഡ് ഫ്രം വിച്ച് ചിബി കെയിം ടു ദ സ്കൂൾ. നൗ they could imagine exactly the far and lonely place where ചിബി lived with his family. എന്താണ് മുന്നേ പറഞ്ഞത്? ചിബിയെയും കൂട്ടി ഇസോബ് എന്ന മാഷ് അവർ പുറമേ എല്ലാം കാണിച്ച് പഠിക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക്, ഈ ചിബിക്ക്, ആ ഗ്രാമത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. മൗണ്ടെയിൻ പ്ലാറ്റ്യൂസിൻ്റെ മൗണ്ടെയിനിലെ മുകളിലും സൈഡിലൊക്കെ ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാറ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃഷിയെക്കുറിച്ചും ഒക്കെ ഈ ചിബിക്ക് അറിയാമായിരുന്നു. അങ്ങനെ എവറിബഡീസ് മൈൻഡ് വാസ് ടേക്കൺ ടു ദ ഫാർ മൗണ്ടെയിൻ സൈഡ് ഫ്രം വേ ചിബി കെയിം ടു സ്കൂൾ. അപ്പോൾ ചിബിയുടെ നാടായിരുന്നു അത്. ചിബി വരുന്ന ആ ഒരു വീടും സ്ഥലവും കുഞ്ഞുങ്ങൾ കണ്ടു. അവൻ്റെ ക്ലാസ്മേറ്റ്സ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അവരുടെ മൈൻഡിൽ എത്ര ദൂരത്തു നിന്നാണ് ഈ കുഞ്ഞ് വരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. നൗ ദേ കുഡ് ഇമാജിൻ എക്സാക്ട്ലി ദ ഫാർ ആൻഡ് ലോൺലി പ്ലേസ് വേ ചിബി ലിവ്ഡ് വിത്ത് ഹിസ് ഫാമിലി. ചിബിയും ഫാമിലി എത്ര ദൂരത്തും എത്ര ഒറ്റപ്പെട്ട സ്ഥലത്തുമാണ് താമസിക്കുന്നതെന്ന് അവൻ്റെ ക്ലാസ്മേറ്റ്സിന് മനസ്സിലായി. Then Mr. Isop explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years. Then Mr. Isop explained എങ്ങനെയാണ് Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 ലോങ് ഇയേഴ്സ്. അവന് 6 വർഷമായിട്ട് എത്ര ദൂരത്തു നിന്നാണ് രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം സൺസെറ്റ് ആകുമ്പോഴത്തേക്കാണ് അവൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തുക, അല്ലേ? അത്രയും ദൂരത്തു നിന്നാണ് ആ കുഞ്ഞ് ചിബി വരുന്നത്. എവറി വൺ ഓഫ് us cried, thinking how much we had been wrong to Chibi all these long years. Even grown-ups wiped their eyes, saying, yes, he is wonderful. അപ്പോൾ ചിബിയുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട്, ദൂരത്ത് നടന്നു വരുന്നതൊക്കെ അറിഞ്ഞപ്പോൾ അവൻ്റെ ക്ലാസ്മേറ്റ്സും വളരെയധികം സങ്കടമായി. വലിയ ആൾക്കാർക്ക് വരെ സങ്കടമായി. എത്ര പാവം. നമ്മൾ എന്നിട്ടും ആ കുഞ്ഞിനോട് ആരും മൈൻഡ് ചെയ്യാറില്ലല്ലോ. കുട്ടി എപ്പോഴും ഒറ്റക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, യെസ് ഹീ ഈസ് വണ്ടർഫുൾ. അവൻ ഹീസ് വണ്ടർഫുൾ, അത്ഭുതം തന്നെ അവൻ എന്ന് പറയും. Chibi was only one in our class, honored for perfect attendance through all the 6 years. അവൻ മാത്രമായിരുന്നു ഫുൾ അറ്റൻഡൻസ് ഉള്ള ഒരു കുഞ്ഞ്. അതായത് എല്ലാ ദിവസവും അവൻ എത്ര ദൂരം നടക്കേണ്ടി വന്നാലും കൂടി ആ കുഞ്ഞ് ഡെയിലി സ്കൂളിൽ വരാറുണ്ടായിരുന്നു. Chibi still came to the village to sell the charcoal he and his family made. But nobody called him Chibi anymore. We all called him Cowboy. Hi Cowboy. We still heard his imitation of a happy crow as he returned home along the mountain road. Okay, അപ്പോൾ ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ്. ചിബി അപ്പോഴും വില്ലേജിലേക്ക് വരാറുണ്ട്. എന്തിനാണ്? അവൻ കരിക്കട്ട വിൽക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കിയ കരിക്കട്ട വിൽക്കാൻ വേണ്ടിയിട്ട് അവൻ വില്ലേജിൽ വരാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴും ആ കുഞ്ഞിനെ ചിബി എന്ന് വിളിക്കാറ്. ചിബി എന്ന് പറഞ്ഞാൽ ടൈനി ബോയ് എന്നല്ലേ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും അവനെ എല്ലാവരും വിളിക്കുന്നത് ക്രോ ബോയ്. എന്തുകൊണ്ടായിരിക്കും ക്രോ ബോയ് എന്ന് വിളിക്കുന്നത്? കാരണം അവൻ ക്രോയുടെ സൗണ്ട്, പലതരത്തിലുള്ള സൗണ്ട്, ഇതുവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ക്രോ പല രീതിയിൽ കരയുന്നത്, പല ഭാവത്തിലും പല ഘട്ടത്തിലും കാക്കകൾ കരയുന്ന ശബ്ദം ഇവൻ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു, അല്ലേ? ടാലൻറ്റ് പ്രോഗ്രാമിൽ. So everyone called Crowboy. Hi Crowboy. We still heard his imitation of a happy crow as he returned home along the morning road. ഇപ്പോഴേ അവൻ ഒരു കാക്ക സന്തോഷത്തിലിരിക്കുമ്പോഴുള്ള കരച്ചിലാണ് ഇപ്പം കരയുന്നത്. കാരണം നൗ ഹീസ് ഹാപ്പി. ആ സാറ് വന്നതിനോടെ ചിബിയെ കൂടുതൽ എല്ലാവർക്കും അറിയാൻ പറ്റി. ചിബി അതുകൊണ്ട് ഇപ്പോൾ വളരെ ഹാപ്പിയുമാണ്. സോ ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടെയിൻ സൈഡ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? എങ്ങനെയാണ് ചിബി കാക്കയുടെ കരച്ചിലൊക്കെ പഠിച്ചത്? ടാലൻറ്റിൽ കണ്ടതല്ലേ പ്രോഗ്രാമിൽ പലതരം സൗണ്ട് ആക്കുന്നത്. അതെങ്ങനെയാണ് ചിബി പഠിച്ചതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഒബ്സർവ്ഡ് ഇറ്റ് ഡ്യൂറിങ് ഹിസ് ലോങ് വാക്ക് ടു ദ സ്കൂൾ ഫോർ ദ പാസ്റ്റ് 6 years. അവൻ 6 വർഷമായി സ്കൂളിൽ വരുന്നതല്ലേ. അപ്പോൾ അവൻ ഇത്രയും ദൂരത്ത് നിന്ന് നടന്നു വരുന്നതാണെന്ന്
നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ അവൻ നടന്ന് വരുമ്പോൾ അവൻ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. അങ്ങനെ കാക്കയുടെ കരച്ചിലും അവൻ പഠിച്ചു. ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? ചിബി ആ ടാലൻറ്റ് പ്രോഗ്രാമിൽ ചിബിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? Other children realized their mistakes and started to appreciate Chibi and his talents. മറ്റുള്ള കുട്ടികൾക്ക് വിഷമമായി, കാരണം ഇവനെ അവഗണിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ എന്ത് ചെയ്തു? അവർ ചിബിയെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. വാട്ട് ന്യൂ നെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ? ആ ടാലൻറ്റ് ഷോന് ശേഷം ചിബിക്ക് എന്ത് പേരാണ് കിട്ടിയത്, പുതിയ പേര്? ആൻഡ് വൈ? ഹി ഗോട്ട് ദ നെയിം ക്രോ ബോയ്. ക്രോ ബോയ് എന്തിനാണ് കിട്ടിയെന്ന് അറിയാമല്ലേ? അവൻ ക്രോയുടെ കരച്ചിൽ വിവിധ ടൈപ്സ് ഓഫ് കരച്ചിലാണ്. സങ്കടം വരുമ്പോഴുള്ള കാക്കയുടെ കരച്ചിൽ, സന്തോഷം വരുമ്പോഴുള്ള കാക്കയുടെ കരച്ചിൽ, കുഞ്ഞി കാക്കയുടെ കരച്ചിൽ, അതൊക്കെയാണ് ഈ കുഞ്ഞ് കാണിച്ചത്. അപ്പോൾ ആർക്കും അറിയില്ലല്ലേ? നമ്മൾക്കറിയോ? ഇല്ലല്ലോ. നമ്മൾ കാക്കയുടെ കരച്ചിൽ കേൾക്കും എന്നല്ലാണ്ട് മെയിനായിട്ട് കാക്ക കരയുന്നത് അറിയാമല്ലോ എല്ലാവർക്കും, ബാക്കിയൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ ഈ കുട്ടി എല്ലാ കരച്ചിലും നല്ലവണ്ണം ശ്രദ്ധിച്ചു പഠിച്ചു. അപ്പോൾ ഹി ഗോട്ട് ദ നെയിം ക്രോ ബോയ് ആഫ്റ്റർ ദ ഷോ ബിക്കോസ് ഹി പെർഫോം ദ സൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് ക്രോസ്. പലതരം കുഞ്ഞിക്കാക്കയുടെ കരച്ചിലും എല്ലാം ആ കുട്ടി ടാലൻറ്റ് ഷോയിൽ കാണിച്ചിരുന്നു. ഓക്കെ.